3 മഹിളാരത്നങ്ങളും 17 പുരുഷ കേസരികളും നടത്തിക്കൊണ്ടിരിക്കുന്ന കേരള നടനം ഇന്ന് അവസാനിക്കുകയാണ്. ചരിത്രം കുറിച്ച യാത്ര എന്നാണ് ഭരണക്കാരുടെ അവകാശവാദം. അതിലൊട്ടും അതിശയോക്തിയുമില്ല. ഇത്രയും ദിവസം സെക്രട്ടേറിയറ്റിൽ നിന്നും മന്ത്രിമാർ വിട്ടുനിന്ന മറ്റൊരു സംഭവവുമില്ല. അതുതന്നെ ചരിത്രം സൃഷ്ടിക്കുകയാണല്ലോ. ഒരു മാസം സെക്രട്ടേറിയറ്റ് പൂട്ടിയാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല. മുഖ്യമന്ത്രി ആയിരിക്കെ AK ആന്റണി പറഞ്ഞതാണിത്. അത് ശരിയാണ്. അതിലേറെക്കാലമായി മന്ത്രിമാരുടെ തരി പോലും സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുമില്ല. മന്ത്രിമാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത്. 10,000-കണക്കിന് പരാതികളാണ് എല്ലാ ജില്ലകളിൽ നിന്നും സ്വീകരിച്ചത്. അതിൽ 2% പോലും തീരുമാനമായില്ലത്രേ. തീർപ്പ് കൽപ്പിക്കാൻ വകുപ്പുകളിലേക്ക് അയച്ചു. അതും വകുപ്പും വകതിരിവുമില്ലാതെയാണത്രേ. സെക്രട്ടേറിയറ്റിൽ നേരിട്ട് നൽകുന്ന പരാതിയുടെ അതേ അവസ്ഥ. പിന്നെ എന്തിനാണാവോ ബെൻസ് വണ്ടി ചമച്ചൊരുക്കി 150 കാറുകളും ജീപ്പുകളും 1000-ലധികം പോലീസുകാരെയും അണിനിരത്തി ഒരു യാത്ര തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ ചവിട്ടുനാടകങ്ങളും കയ്യാങ്കളിയും വീരവാദവും വിശദീകരണവുമെല്ലാമായി നടന കീർത്തനം ആലപിക്കുന്നതും കേട്ടു. ഒരേ മുന്നണിയിലെ കൂട്ടാളികളാണ് ഭരണപക്ഷവും മുഖ്യ പ്രതിപക്ഷവും. ഇരു കൂട്ടരും വിളിച്ചു കൂവുന്ന മുദ്രാവാക്യവും മുഷ്ടി ചുരുട്ടലും കണ്ടാൽ ആരും ചോദിച്ചു പോകും ഇതാരെ പറ്റിക്കാനാണെന്ന്. ഡൽഹിയിൽ സീതാറാം യെച്ചൂരിയും രാഹുലും ഒരുമിച്ചിരുന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്നാൽ ഇവിടെയോ പ്രതിപക്ഷ നേതാവ് കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്നും സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർക്കുകയാണെന്നും വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നുമാണ് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ആരോപിക്കുന്നത്. യൂത്ത് കോൺഗ്രസുമായി തെരുവ് യുദ്ധത്തിനോ ദ്വന്ദ്വയുദ്ധത്തിനോ DYFI പോയിട്ടുമില്ല, പോകുന്നുമില്ല. ആക്രമണത്തിന് പോവരുതെന്ന് പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വസീഫ് പറയുന്നത്. എന്നാൽ തെരുവിൽ കണ്ടത് മറിച്ചു. അണികളുടെ മേൽ ഒരു നിയന്ത്രണവും നേതാവിനില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ക്രിമിനൽ സ്വഭാവത്തെ തുറന്നു കാണിക്കുന്ന തരത്തിലേക്ക് ക്രിമിനലുകളെ പുറത്തു കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടി പോലീസ് സ്വീകരിക്കണമെന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം കിട്ടാവുന്ന സ്ഥലത്തൊക്കെ മഞ്ഞക്കുപ്പായക്കാരെ DYFIക്കാർ കുപ്പികളും കുറുവടിയും മാത്രമല്ല ഹെൽമറ്റ് ഉപയോഗിച്ച യൂത്തന്മാരെ നേരിടുന്നു. നാണത്തിന് കയ്യും കാലം ജീവനുമുണ്ടെങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് VD സതീശനെ മുന്നിൽ നിർത്തി സ്വയം പിന്നിലേക്ക് മാറി നിൽക്കുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. BJPയുടെ B ടീമായി എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന സതീശന് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരിക്കാൻ നാണമുണ്ടോ എന്നും റിയാസിന് സംശയം. പ്രതിപക്ഷ നേതാവ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒരു സമരം നയിക്കുന്നത് ആദ്യമായിട്ടാണെന്നും നിയമം കയ്യിലെടുക്കുമെന്നും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും പറയുന്നത് അതിൻ്റെ ആവേശത്തിലാണെന്നും മന്ത്രി. തലസ്ഥാനത്ത് ഒരു യുവജന സംഘടനയുടെ പേരിൽ വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുന്നു. അവിടെ പ്രതിപക്ഷ നേതാവ് തന്നെ അതിന് നേതൃത്വം കൊടുക്കുകയാണ്. നിയമം ഞങ്ങൾ കയ്യിലെടുക്കും, അടിച്ചാൽ തിരിച്ചടിക്കുമെന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. 2021 കൂടുതൽ സീറ്റുകൾ നേടി ജനങ്ങളുടെ പിന്തുണയോടുകൂടി വീണ്ടും അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിക്ക് അഭിമാനത്തോടെ തന്നെ ഈ കസേരയിലിരിക്കാനും കോവിഡ് ആകട്ടെ, നിപ്പ ആകട്ടെ, ഓഖി ആകട്ടെ, പ്രളയമാകട്ടെ, പ്രതിസന്ധി ഘട്ടങ്ങൾ ജനങ്ങൾ ചേർത്തു പിടിച്ചുകൊണ്ട് ധീരതയുടെ പര്യായമായി ഈ സംസ്ഥാനത്തെ സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രിക്ക് നാണത്തോടെയല്ല അഭിമാനത്തോടെ ഭരിക്കാമെന്നും റിയാസ് പറയുമ്പോൾ മൂക്കാതെ പഴുത്തതിൻ്റെ കേടാണ് മന്ത്രിമാർ നിന്നുണ്ടാകുന്നതെന്ന ആശ്വാസത്തിലാണ് പ്രതിപക്ഷ നേതാവ്. മന്ത്രി റിയാസിനെ തനിച്ചാക്കരുതല്ലോ. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും അതിന് കൂട്ടുണ്ട്. VD സതീശൻ്റെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് കലാപമുണ്ടാക്കാനാണ് ശ്രമിച്ചതെന്നാണ് MP ഗോവിന്ദൻ പറയുന്നത്. പോലീസിന് നേരെയുള്ള കടന്നാക്രമണം മാത്രമാണ് ഉണ്ടായത്. ജനാധിപത്യ വിരുദ്ധ നിലപാടാണിത്. പോലീസ് ഇതുപോലെ ആത്മസംയമനം പാലിച്ച ഒരു സംഭവം തിരുവനന്തപുരം പട്ടണത്തിന് ചരിത്രത്തിലേ ഉണ്ടായിട്ടില്ലെന്ന അഭിപ്രായമാണ് ഗോവിന്ദൻ്റേത്. ചക്കിക്കൊത്ത ചങ്കരൻ, ഇതല്ലാതെ എന്ത് പറയാൻ?